ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ പ്ലാനറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മൈ സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറാണ്. നമുക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റെഡ്, ഒന്ന് പിങ്കും ഒന്ന് ബ്ലാക്കും ആണ്. ഞാൻ പിങ്കാണ് ചൂസ് ചെയ്തത്. പിന്നെന്താ പറയുക, ഇത് ഈ പ്ലാനർ വാങ്ങുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഫ്ലിപ്പ് ത്രൂ കാണിച്ചു തന്നിട്ടുണ്ട്. പ്ലാനറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറേ പേജസ് ഫിൽ ചെയ്യുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിയാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഏകദേശം പ്ലാനർ ഓൾമോസ്റ്റ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്യൂ പേജസ് ജനുവരി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ചെറിയൊരു ഫ്ലിപ്പ് ത്രൂ ഞാൻ കാണിച്ചു തരാം. എല്ലാ പേജസും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ പേഴ്സണൽ പ്ലാനറാണ്. ഞാൻ ജേർണലിങ്ങിന് ഈ ഒരു പ്ലാനറാണ് യൂസ് ചെയ്യുന്നത്. സോ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒന്ന് എന്താ പറയുക, ഒരു എത്തിനോട്ടം നിങ്ങൾക്ക് നോക്കാം. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എങ്ങനെയാണ് പ്ലാനർ യൂസ് ചെയ്യേണ്ടത് എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടും. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് മൈ സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറാണ്. നമുക്ക് ഈ ഒരു പ്ലാനർ വാങ്ങുന്ന സമയത്ത് പ്ലാനറിൻ്റെ കൂടെ നമുക്ക് സ്റ്റിക്കർ, ഒരു നോട്ട്ബുക്ക്, മിനി നോട്ട്ബുക്ക്, നോട്ട് പാഡ്, ടു ഡു പാഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടു ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. ചില ആൾക്കാർക്ക് മൈ സ്പേസ് ആൻഡ് ബ്യൂട്ടി വാങ്ങിയ ആൾക്കാർക്ക് പേജസ് എത്ര പോരാ, ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടു. പിന്നെ ഒരു പേജ് ഒരു ഭാഗത്ത് ക്വാളിറ്റീൻ്റെ അടുത്ത പേജ് ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് കേട്ടു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കിട്ടിയ പ്ലാനറിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർ 100 ക്വാളിറ്റി 100 GSM പേപ്പർ അല്ല, അതവർ പറയുന്നുണ്ട്. അവരുടെ 80 90 എങ്ങാണ്ടാണ് വരുന്നത്. ബട്ട് ആ ഒരു പേപ്പർ ക്വാളിറ്റി ഉണ്ട്. ചില പെണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലീഡ് ആവുന്നുണ്ട്. അത് ഞാൻ ഏത് പേജാണെന്നുള്ളത് കാണിച്ചു തരാം. ബട്ട് സ്റ്റിൽ ഐ ആം ഹാപ്പി വിത്ത് ദിസ് പ്ലാനർ. എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഇതിൻ്റെ ക്വാളിറ്റി ആയാലും പേജസ് ആയാലും സ്റ്റിക്കർ ബുക്ക് ആയാലും അങ്ങനെയുള്ള ഒരു പ്രശ്നം എനിക്കില്ല കേട്ടോ. സോ നമുക്ക് ഇനി അധികം കത്തി വയ്ക്കാതെ നമുക്ക് പ്ലാനറിൻ്റെ അകത്തേക്ക് എത്തി നോക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ബ്ലാങ്ക് പേജായിരുന്നു. ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് തകർത്തിട്ടുണ്ട്. ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലാനറാണ്, അല്ലെങ്കിൽ ജേർണലാണ്. സോ ജേർണലിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന പ്ലാനറാണ്, അതാണ് കറക്റ്റ് വാക്ക്. സോ എപ്പോഴും തുറക്കുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവായിട്ടും നല്ലൊരു മൂഡ് വരാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ, നല്ല ഹാപ്പിനെസ് വരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വാഷി ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് ബ്ലാങ്ക് പേജായിട്ട് തന്നെ വെക്കാം, ഒരു വിരോധമില്ല കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ വരുന്നത് സെക്കൻഡ് പേജ്, ദ ഫാബുലസ് മീ എന്ന് പറയുന്ന ഒരു പേജാണ്. ഇത് ഞാൻ ഫിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. എക്സ്ട്രാ വന്നിരിക്കുന്നത് കുറേ സ്റ്റിക്കേഴ്സാണ് കണ്ടോ. ഈ പേജിലുമൊക്കെ ഞാൻ സ്റ്റിക്കേഴ്സ് എക്സ്ട്രാ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പേജ് ആക്ച്വലി പേഴ്സണൽ പേജാണ്. കാരണം ഇതിൽ നമുക്ക് ഓൾ അബൌട്ട് മീ എന്ന് പറയുന്ന പേജായിരുന്നു. ഇതിൽ നമ്മൾ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ എഴുതുന്നത്. അതേമാതിരി നെക്സ്റ്റ് പേജ് ഫിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. എക്സ്ട്രാ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പേജ് റെസൊല്യൂഷൻ ആൻഡ് അഫർമേഷൻ പേജാണ്. ഇത് ഫിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്ട്രാ വന്നിരിക്കുന്നത് വീണ്ടും വാഷി ടേപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ബർത്ത്ഡേ പേജാണ്. എനിക്ക് ബർത്ത്ഡേ ഡിസംബറിൽ, ഇനിയും ഒരുപാട് സമയമുണ്ട്. സോ ഇതുവരെ ഫിൽ ചെയ്തിട്ടില്ല, ജസ്റ്റ് വയസ്സ് മാത്രം ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് മെമ്മറി ബോർഡാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറീസ് ഓരോ മാസം നടക്കുന്നത് നമുക്കിവിടെ എഴുതാം, ഫോട്ടോ ഒട്ടിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ജനുവരിത്തെയും ഫെബ്രുവരിത്തെയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഫോട്ടോ ഒട്ടിച്ചൊന്ന് വരും. അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും ഫ്ലിപ്പ് ത്രൂ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇനി ഫിൽ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വരുന്ന പേജ് ആക്ച്വലി ഇതൊരു പേഴ്സണൽ പേജാണ്, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഡ്രീം ജേർണൽ പേജാണ്. ഇനി ഡ്രീം ജേർണൽ എന്ന് പറയുമ്പോൾ
നമുക്ക് പല രീതിയിൽ നമുക്ക് ഡ്രീം ജേർണലിങ് ചെയ്യാം. ചില ആൾക്കാർ ഇതിനായിട്ട് തന്നെ ഡ്രീംസിന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നോട്ട് ബുക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഡയറി വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഡെയിലി കാണുന്ന സ്വപ്നങ്ങൾ, തോട്ടുകൾ എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സെൽഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അത്രയ്ക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 പേജ് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ലൈഫ് എന്താണെന്നുള്ള എൻ്റെ ഒരു ഡ്രീമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പേജിൽ എനിക്ക് കൊണ്ടു. ഇനി വേണമെങ്കിൽ അഡീഷണൽ വല്ല ഡ്രീംസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാണ് ഈ ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് നോക്കിയ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഡ്രീം ക്യാച്ചറുടെ പിക്ചറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങൾ ഈ ഒരു പ്ലാനറിൻ്റെ മൊത്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ആക്ച്വലി നമ്മുടെ പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റാണ്. ഞാൻ 2 ടെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മീൻസ് രണ്ട് പ്രൂവൻ ആയിട്ടുള്ള ആൾക്കാരുടെ, ഫേമസ് ആൾക്കാരുടെ 2 ടെസ്റ്റുകളാണ്. പ്രൂവൻഡ് ആണ്, വേൾഡ് വൈഡ് അപ്രൂവഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മുടെ ക്യാരക്ടർ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും. അവർക്ക് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഒരു എക്സസൈസിൽ ഏകദേശം 50-100ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ ആൻസറിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അങ്ങനെ 2 ടെസ്റ്റ്, 2 ടൈപ്പ് ഓഫ്, ഒന്ന് എനേഗ്രാം എന്നുള്ളൊരു ടെസ്റ്റും പിന്നൊന്ന് എനിക്ക് മറന്നുപോയി കേട്ടോ. സോ അങ്ങനെ 2 ടെസ്റ്റാണ് ഞാൻ എടുത്തത്. എന്തായാലും 2 ടെസ്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്നിൽ വന്നത് ഞാനൊരു അനലിസ്റ്റാണ്, ലോജിഷ്യൻ അനലിസ്റ്റാണ്, ടർബുലൻറ്റ് ലോജിഷ്യൻ അനലിസ്റ്റാണ് എന്നാണ് വന്നിരിക്കുന്നത്. പിന്നൊന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇൻഡിവിജ്വലിസ്റ്റാണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോവേർട്ടാണ്, ഹെൽപ്പറാണ്, അച്ചീവറാണ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ 2 ടെസ്റ്റ് എടുത്തു. സോ ആ ടെസ്റ്റിനെ പറ്റിയിട്ടും അതിൽ വന്ന എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഒക്കെയുള്ളൊരു നോട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും വരുന്ന പേജസിൽ ഞാൻ ഇവിടെ സ്ഥലം പോരാത്തതുകൊണ്ട് ഇനിയും വേറെ കുറേ പേജസ് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഡീപ്പ് സീക്രറ്റ്സ് എന്ന് പറയുന്ന ഡീപ്പ് സീക്രറ്റ്സ് എഴുതാനുള്ള പേജായിരുന്നു. എനിക്കിപ്പോൾ ഇതിൽ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സ്പെസിഫൈഡ് ചെയ്ത ചില പ്ലാനേഴ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പേജസ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഞാനതിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് മാറ്റിയെന്ന് മാത്രം. ഓക്കെ, അടുത്തതും ഫാൻസി ബോർഡാണ്. നമ്മുടെ ഫാൻറ്റസീസ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്ക് വലിയ ഫാൻറ്റസീസ് ഒന്നുമില്ല. അപ്പോൾ വെറുതെ ഞാൻ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് ഒരു ഫിൽ ചെയ്തു. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും 10 മാസം ബാക്കി ഇരിക്കണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഫിൽ ചെയ്യണമെങ്കിൽ ഫിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിത് ബ്ലാങ്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ 2 പേജ് ഞാൻ എക്സ്ട്രാ ഒട്ടിച്ചതാണ്. ഇതും ആ ക്യാരക്ടർ എക്സസൈസിൻ്റെ ഈ പേജിൻ്റെ ബാക്കി ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് അലീഷ്യ സൂസർ പ്ലാനറിന് കീറിയെടുത്ത പേജസാണ്. അതിൽ വീണ്ടും സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഓക്കെ, അടുത്തത് വരുന്നത് എൻ്റെ വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് ഞാൻ ഒട്ടിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ചില സ്റ്റിക്കേഴ്സ് വല്ലതും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വാഷി ടേപ്സ് വന്നിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത പേജ് 10 ലെവൽ ഗോൾസാണ്. ഇതും ഫിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേമാതിരി ഇത് ഞാൻ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം കംപ്ലീറ്റ് ചെയ്തു, ഇനിയും ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഐഡിയ ബോർഡാണ്. ഐഡിയാസ് ഞാൻ അങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയമുള്ളതുകൊണ്ട് അച്ചീവ്മെൻറ്റ് ബോർഡിൽ ഇതുവരെ അച്ചീവ്മെൻ്റ് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അച്ചീവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫിൽ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന പേജ് ട്രാവൽ പേജാണ്. അതിലൊന്നും എനിക്ക് ഫിൽ ചെയ്യാനില്ല. സോ അതിനൊന്നും ഫിൽ ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന പേജ് ആക്ച്വലി പേഴ്സണൽ പേജാണ്. ലൈഫ് പാർട്ട്ണറെ പറ്റിയിട്ട് എഴുതാനുള്ള പേജാണ്. അപ്പോൾ അത് ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരില്ല. അതേമാതിരി അച്ഛനും അമ്മയും പറ്റിയിട്ട് ഓരോ പേജ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കാണിച്ചു തരില്ല. അതും ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന പേജ് ആക്ച്വലി സിസ്റ്ററിനെ പറ്റിയിട്ടും ഫ്രണ്ട്സിനെ പറ്റിയിട്ടും ഗ്യാങ് അങ്ങനെയുള്ള
കാര്യങ്ങളാണ്. ആ പേജെല്ലാം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ ആ പേഴ്സണാലിറ്റി അനലിസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു പേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വർഷം ഒരു പെർട്ടിക്കുലർ ടേം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രേസ് അല്ലെങ്കിൽ എന്താ പറയുക പെർട്ടിക്കുലർ സെൻറ്റൻസിന് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ എൻ്റെ ഇപ്പോൾ ആകെയുള്ള പ്രശ്നം ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. സോ ഈ വർഷം കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ മൈൻഡിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചില കാര്യങ്ങളോട് പേടിയുണ്ട്. സോ ആ ഒരു അതിനെ മനസ്സിലാക്കിയിട്ട് ഞാൻ എഴുതിയതാണ് ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നുള്ള പറയുന്ന ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ ഒരു ഫ്രേസ്. ഓക്കെ, സോ ഇതാ ഞാൻ ഈ മാക്സിമം ഈ ഒരു വർഷം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കും. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്ന് പറയുന്ന ടേം അതാണ് ഞാനിവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്തിനാണ് അത് എഴുതുന്നത്, എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, പിന്നെ വരുന്നത് എൻ്റെ ഒരു ഏകദേശം ഒരു ഇതും വേറെ എന്തോ ഒരു ഗ്യാങ് പേജോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാനത് കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു റുട്ടീൻ പേജാക്കിയിട്ട് മാറ്റിയിട്ട് എൻ്റെ ഓവറോൾ റുട്ടീൻ എങ്ങനെ വേണം, എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് എൻ്റെ ലൈഫ് ഒരു എൻ്റെ ഒരു ഫുൾ ഡേ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. സോ ഇത് മാക്സിമം സ്റ്റിക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു എനർജി, ഒരു പോസിറ്റീവ്ത നമുക്ക് പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് ഇത് രാത്രി തുറക്കുന്ന സമയത്ത് എഴുതാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ പിറ്റേ ദിവസം എണീക്കാൻ ഒരു ഉന്മേഷം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രയോറിറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിൽ ചെയ്യുന്നത്. പിന്നെ ബുക്സ്റ്റാഗ്രാം ഞാൻ ഇതുവരെ ഫിൽ ചെയ്തിട്ടേ ഇല്ല, കാരണം ഒരു ബുക്ക് പോലും വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷേ സിനിമ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടോ. അതേമാതിരി നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സിലെ TV ലിസ്റ്റ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ വരുന്നത് കോട്ട്സാണ്. കോട്ട്സിലാകെ വ്യത്യാസം വരുത്തിയിരിക്കുന്ന നിറയെ സ്റ്റിക്കേഴ്സും സ്റ്റിക്കി നോട്ട്സും ഒട്ടിച്ചിട്ടുണ്ട്. കോട്ട്സൊക്കെ സെയിം തന്നെയാണ്, എക്സ്ട്രാ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വരുന്നത് മണി പേജാണ്, ഞാനതൊന്നും ഇതുവരെ ഒന്നും ഫിൽ ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് നമ്മുടെ മൂഡ് ട്രാക്കറാണ്. ആക്ച്വലി ഞാൻ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പോയതാണ്. ഈ വീക്കും ഞാൻ ബിസി ആയിരുന്നു. സോ ഞാനത് ഫിൽ ചെയ്തിട്ടില്ല. എനിക്ക് ഒട്ടും പ്ലാനർ തുറക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു, കാരണം ഞാൻ വീട് മാറി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ്. അപ്പോൾ അത് കാരണം എനിക്ക് അതൊന്നും ഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ മൂഡ് സിക്നസ് ലോഗ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെയ്റ്റിൻ്റെ സെക്ഷൻ ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിൻ കെയർ റിച്വൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി പേഴ്സണലാണ്, ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ത്രൂ മാത്രം. എൻ്റെ ക്ലീനിങ് ഷെഡ്യൂൾ ഞാൻ ഇതവിടെ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ മൈ സോഷ്യൽ ഫാൻറ്റം ഞാൻ ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരുമായിരുന്നു. പാസ്വേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. മൈ സബ്സ്ക്രിപ്ഷൻസ് ഞാനൊന്നും ഫിൽ ചെയ്തിട്ടില്ല. ബെസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എൻ്റെ പേഴ്സണൽ സെക്ഷനാണ് വരുന്നത്. ജാനുവരി മന്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അങ്ങനെ വലുതായിട്ടൊന്നും ഫിൽ ചെയ്യാനില്ല, ഇവിടെ കിട്ടുന്നതെല്ലാം ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ജേർണലിംഗ് ആണ്. സോ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് സോറി. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. കറണ്ട് ഒബ്സെഷൻസ് അത് ഞാൻ നല്ലോണം ഫിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ ലവിങ്, ഈറ്റിംഗ്, ലിസണിങ്, തിങ്കിങ്, റീഡിങ്, ട്രാവലിംഗ്, വാച്ചിങ്, മേക്കിംഗ്, സെലിബ്രേറ്റിംഗ്, പ്ലേയിങ്, ഡൂയിങ്, വെയറിങ് അതെല്ലാം ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കറുടെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകെ ഞാൻ 4-5 ദിവസം മാത്രമേ അത് നടന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഫിൽ മീൻസ് വെള്ളം കുടിയത് തന്നെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഫിൽ ചെയ്യാൻ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സസൈസ് ജാനുവരിയിൽ ചെയ്തിട്ടേ ഇല്ല. യോഗ ഞാൻ ഒരു ദിവസം ചെയ്തു, പിന്നെ ഒരു ദിവസം ചെയ്തിട്ടില്ല. ജേർണൽ ഞാൻ മിക്ക ദിവസവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഞാൻ ഏകദേശം ഒരു 10-15 ദിവസം ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ വിട്ടു. മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല. അഫർമേഷൻ ഞാൻ ഒരു ദിവസം ചെയ്തു, ബാക്കി വിട്ടു. ഫുഡ് ഔട്ട്സൈഡ് അടിപൊളിയാണ്. ഈ വർഷത്തെ മെയിൻ റെസൊല്യൂഷനെ പുറത്തെ ഫുഡ് പാടില്ല എന്നാണ്.
എനിക്കത് ഈ ദിവസം തൊട്ടിട്ട് എപ്പോഴാണ് 9-ാം തീയതി തൊട്ടിട്ട് അത് ക്യാൻസലായി തുടങ്ങിയതാണ്. 9-ാം തീയതി തൊട്ട് ഞാൻ പുറത്തുനിന്നാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. സർപ്രൈസാണ്. മോർണിംഗ് സ്കിൻ കെയർ, ഈവനിങ് സ്കിൻ കെയർ എല്ലാം എൻ്റെ എല്ലാം തകൃതിയിൽ കിടക്കുകയാണ്, എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ പിന്നെ ഉള്ളത് എൻ്റെ പൈസ ചിലവാണ്, അത് ഞാൻ കാണിച്ചു തരില്ല. എക്സ്പെൻസ് ട്രാക്കറാണ്. മൈ സ്ലീപ്പ് ട്രാക്കർ, അതും കോമഡിയാണ് കേട്ടോ. കണ്ടോ സ്ലീപ്പ് ട്രാക്കർ. ഇതാണ് ഞാൻ പറഞ്ഞത് ചില പേജ് ബ്ലീഡ് ആവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പുറത്തെല്ലാം ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്, കണ്ടോ ചില ഇത്. ഓക്കെ, പിന്നെ വരുന്നത് മീൽ പ്ലാനർ. വീട്ടിൽ കുക്ക് ചെയ്യാത്തതുകൊണ്ട് മീൽ പ്ലാനർ കാര്യമാണ്. അപ്പം ഇതാണ് എൻ്റെ ജാനുവരി സെഷൻ വരുന്നത്. ഇനി ബാക്കി ഫെബ്രുവരിയാണ്. സോ ഫെബ്രുവരി കഴിഞ്ഞ ശേഷം ഫെബ്രുവരിയുടെ ഫ്ലിപ്പ് ത്രൂ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്ലാനർ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറില്ല, ഉള്ളിൽ ജേർണലിംഗ് സെക്ഷനിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറില്ല. ഉണ്ട് എൻ്റെ ഇങ്ക് ബക്കറ്റ് പ്ലാനർ മാത്രമേ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.